ശ്രീ സജി നന്ദിയാട്ട് ടെലിഫോൺ ലൈനിലുണ്ടെങ്കിൽ. ശ്രീ സജി, എന്തായാലും ഇക്കാര്യത്തിൽ അറിയാലോ, ഒരു സിനിമാ സമരപ്രഖ്യാപനം വരുമ്പോൾ അവിടാണ് എല്ലാവരും പറയുന്നത് അവിടെ ഈ പല കൂടിയാലോചനകൾ വേണ്ടിയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴയ ഒരു സ്ട്രക്ചർ അല്ല സിനിമ സംഘടനയായിട്ട് ബന്ധപ്പെട്ട്, അതിൻ്റെയൊക്കെ സ്ട്രക്ചർ മാറുകയാണ്. ആ സ്ട്രക്ചർ മാറുന്ന സമയത്ത് ഒരു ഏകപക്ഷീയമായ ഒരു സ്വരം അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? സംശയിക്കുന്നവർ സംശയിക്കട്ടെ. ഞാൻ പറഞ്ഞത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനമാണ് പി സുരേഷ് കുമാർ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഈ ജനറൽ ബോഡി വിളിക്കേണ്ട സമയത്ത് ഇനി ഒരു മാസം ജൂൺ വരെ സമയമുണ്ട്. അതിന് മുന്നോടിയായിട്ട് ജനറൽ ബോഡി വിളിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, പി സുരേഷ് കുമാർ സമരം പ്രഖ്യാപിക്കുമ്പോൾ അതായത് ഇടതുവശത്തും വലതുവശത്തും ആൾക്കാർ ആരൊക്കെയാണ്? തിയേറ്ററുകളുടെ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വിജയകുമാറാണ് ഇരുന്നത്. അടുത്ത ഇരുന്ന ആരാണ്? ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷന്റെ പ്രമുഖ നേതാവ് സിയാദ് കോക്കായിരുന്നത്. അപ്പോ മാത്രമല്ല, ചേംബറിന് കത്ത് നൽകിയിട്ടുണ്ട്. അതിന് മുന്ന് ഇത് പ്രഖ്യാപിച്ചിട്ട് ചേംബറിന് കത്ത് നൽകിയിട്ടുണ്ടല്ലോ. ഞാൻ ചേംബർ ജനറൽ സെക്രട്ടറി അല്ലേ, എനിക്ക് അദ്ദേഹം കത്ത് നൽകിയിട്ടുണ്ടല്ലോ. ചേംബറിന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അദ്ദേഹം ജൂൺ 1 മുതൽ പറയാൻ കാരണം എന്താണ്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമകളെ ബാധിക്കാതിരിക്കാനും പ്രൊഡ്യൂസറെ സേവ് ചെയ്യാനും പറഞ്ഞതാണ്. അതായത് സുരേഷ് കുമാർ എന്തോ ഒറ്റയ്ക്ക് എന്തോ ഒരു കാര്യം തീരുമാനം എടുത്തുള്ളത് വ്യാഖ്യാനിക്കുന്നതോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ ആർട്ടിസ്റ്റുകൾ സ്വാഭാവികമായി എതിര് നിൽക്കും. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ പ്രബലരാണ്, സ്വാധീന ശക്തിയുള്ളവരാണ്. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. പിന്നെ തിയേറ്റർ കളിക്കാതിരിക്കുക രണ്ടാമത്തെ കാര്യം. ഇതൊരു പ്രശ്നം എന്താണെന്നറിയാം, നമ്മുടെ ഇൻഡസ്ട്രി ചെറിയ ഇൻഡസ്ട്രിയാണ്. ഇവിടെ കോടാനുകോടി രൂപ എല്ലാ പ്രൊഡ്യൂസർമാരും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ വർഷം 1000 കോടി രൂപ പോയി. ഈ 1000 കോടി രൂപ പോയത് എങ്ങോട്ടാണ്? ആർട്ടിസ്റ്റുകളുടെ പോക്കറ്റിലോട്ടാണ്. ഇതൊക്കെ പറയുന്നത് എന്താ മടി? അപ്പം നിങ്ങൾ നോക്കൂ, സിനിമയിൽ എത്ര പേര് നിൽക്കുന്നുണ്ട്? ഒരു ആൻഡോ ജോസഫ് നിൽക്കുന്നുണ്ട്, ലെസ്ഷിപ്പ് നിൽക്കുന്നുണ്ട്, ആനന്ദ് പെരുമ്പാവൂരുണ്ട്. ഇങ്ങനെയുള്ളവർ മാത്രമേ ഇന്ന് സാമ്പത്തികമായി ഫേസ് ഓൺ നിൽക്കുന്നുള്ളൂ. ബാക്കിയുള്ള പ്രൊഡ്യൂസർമാരെല്ലാം വീടും വിറ്റ് പണയം കുടിശ്ശികയായി വസ്തു പറയപ്പെടുത്തി ജപ്തി ചെയ്ത് നിൽക്കുക. അപ്പൊ ഇൻഡസ്ട്രിക്ക് താങ്ങാവുന്ന റേറ്റ് വാങ്ങണം. പൈസ കൊടുക്കില്ലെന്നല്ല പറഞ്ഞത്. കൊറോണ സമയത്ത് 2017 19 കൊറോണ വന്നപ്പോ അല്ല ശ്രീ സജി നന്ദിയാട്ട്, കാരണം സർക്കാരിന്റെ ഒരു അറ്റൻഷന് വേണ്ടിയൊക്കെ ആയിരിക്കുമല്ലോ. കാരണം ഇത്രയും സമയം നീട്ടി കൊടുത്തിട്ടുണ്ട് ജൂൺ വരെ. പക്ഷേ അവിടെ വരുമ്പോഴാണ് ഈ ഒരു നികുതി അടക്കമുള്ള കാര്യങ്ങളിൽ സിനിമയ്ക്ക് പ്രതിസന്ധിയുള്ള വിഷയമായി നിങ്ങൾ അതാണ് ഉയർത്തിക്കാട്ടിയാണ് നിങ്ങൾ സമരവുമായിട്ടേ പോകുന്നത്. അവിടെയും ഇങ്ങനെ ഒരു റിഫ്റ്റ് വരുമ്പോൾ അത് നൽകുന്ന ഒരു സന്ദേശം കൂടി മറ്റൊന്നാണല്ലോ. കാരണം പ്രധാനപ്പെട്ട ആളുകൾക്ക്, പ്രധാനപ്പെട്ട താരങ്ങളും ഇവരൊക്കെയും ഒരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. വണ്ടി ഇടിച്ച് എവിടെയും പോയി നിൽക്കേണ്ടതാണ് ആലോചിക്കേണ്ടത്. അതിനു മുമ്പ് വണ്ടി ഇടിക്കാൻ നോക്കണ്ടേ? ഇവിടെ മുഴുവൻ തകർന്ന് അരിപ്പണായി നിൽക്കുന്ന സമയത്ത് ഈ ഇൻഡസ്ട്രിക്ക് താങ്ങാവുന്നതിനപ്പുറമാണ് ഇവിടെ റെനോവേഷൻസ്. അതിനെതിരെ ചോദ്യം ചെയ്ത് കുഴപ്പമാണെന്നാണ് പറഞ്ഞത്. ആര് പറഞ്ഞ കുഴപ്പമാണ്? ഞങ്ങളാരും പറഞ്ഞിട്ടില്ല കുഴപ്പമാണെന്ന്. അത് ന്യായമായ കാര്യമല്ലേ? ഇവരെ ആർട്ടിസ്റ്റുകൾ മനസാക്ഷിയോടെ പെരുമാറണം. അവർ ചെയ്യുന്ന എന്താണ്? അവരുടെ മലയാള സിനിമയുടെ മാർക്കറ്റ് നിർത്തി പൈസ വാങ്ങണമെന്നല്ലേ പറയാം. എന്നിട്ട് എന്താണ് അനീതിയുള്ളത്? ഇവിടെ ഏത് പ്രൊഡ്യൂസറാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്? ഒരാളുടെ പേര് പറഞ്ഞു, നിങ്ങൾ പറയൂ, ഒരാളുടെ പേര് പറ. നിങ്ങൾ അന്വേഷണം കാണുന്ന പത്രപ്രവർത്തകർ നിങ്ങളൊന്ന് ക്യാമറ ആയിട്ട് പോയി നോക്കി എല്ലാ പ്രൊഡ്യൂസർമാരുടെ അവസ്ഥ എന്താണ്? ഇവർക്ക് അല്ല ശ്രീ സജി, ആൻഡോ ജോസഫ് ഒന്നും പറയുന്നില്ല. ആൻഡോ ജോസഫിന്റെ മൗനം അപ്പോൾ ഈ നിലപാടിനോട് അദ്ദേഹത്തിനും വിരുദ്ധാഭിപ്രായമുണ്ട് എന്ന് ആന്റണി പെരുമ്പാവൂരിന് ഒരു സംശയം. അല്ല അതൊന്നും എനിക്കറിയില്ല. അപ്പൊ ആൻഡോ ജോസഫിന് വിരുദ്ധ അഭിപ്രായം ഉണ്ടെന്ന് അദ്ദേഹം പ്രസിഡന്റായ കമ്മിറ്റിയാണല്ലോ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം വിരുദ്ധ അഭിപ്രായം പറയാൻ പറ്റുമോ? അദ്ദേഹം പ്രസിഡന്റായിട്ട് മൊയ് വരെ അവധിയിലാണ്. അത് വന്ന് വൈസ് പ്രസിഡന്റ് ചാർജ് ഉള്ള ആള് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് കമ്മിറ്റി കൂടിയിട്ടാണ് പറഞ്ഞത്. സുരേഷ് കുമാർ ഒറ്റയ്ക്ക് പറഞ്ഞതല്ല. ജനറൽ ബോഡി എപ്പോഴാണ് വിളിക്കുന്നത്? ഒന്നാമത്തെ ഒരു കാര്യം ഒരു സംഘടന എങ്ങനെയാണ് മുന്നോട്ട് പോണേ? അല്ല ബൈലോ കാണും. പക്ഷേ താങ്കൾ പറഞ്ഞല്ലോ ബൈലോ പ്രകാരമാണെങ്കിൽ അല്ല, ഇത് അതിനേക്കാൾ ഒരു രൂക്ഷമായ പ്രതിസന്ധിയാണ് എന്ന് താങ്കൾ തന്നെ പറയുന്നു. അപ്പോൾ അസാധാരണമായ ഒരു ഘട്ടത്തിൽ അസാധാരണമായ തീരുമാനങ്ങൾ എടുക്കണം. അതാണ് വിശ്വാസ പ്രശ്നം എന്നുള്ളത്. ജനൽമോടി വിളിക്കുന്നത് ആര് പറഞ്ഞു? ജനൽമോടി വിളിക്കേണ്ട സമയമായിട്ട് ആയി വരുന്നേ ഉള്ളൂ. കാരണം എന്താണ്? ജനൽമോടി പരമേൽപ്പിച്ചിരിക്കുന്ന ആരാണ്? എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് തെരഞ്ഞെടുപ്പിക്കുന്നത്. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനം ജനൽമോടി നോട്ട് ചെയ്താൽ പോരെ? അവിടെ ആ ഭാഗം പറഞ്ഞാൽ പോലെയല്ലോ. ജനൽബോഡി വിളിക്കുന്നത് ആര് പറഞ്ഞു? ജനൽബോഡി വിളിക്കാനാ സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം എന്താണ്? ജൂൺ വരെ സമയമുണ്ടല്ലോ. ഇതിപ്പോ അതിന് മുന്നോടിയായിട്ട് പ്രൊഡ്യൂസർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഈ ജൂൺ 1 മുതൽ സമരം വന്നത് അവർക്കെല്ലാം നടക്കുന്ന ഷൂട്ടിംഗ് പൂർത്തീകരിക്കാൻ പറ്റും, പ്രൊഡ്യൂസർമാരെ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ കോടാനുകോടി രൂപ മലയാള സിനിമയ്ക്ക് താങ്ങാവുന്നതിനപ്പുറം അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നു, ഇല്ലേ? സത്യമല്ലേ? അപ്പൊ അവർക്ക് കോടാനുകോടി രൂപ അവർ വാങ്ങുന്നത് ഞങ്ങൾക്ക് കുഴപ്പം. ഇൻഡസ്ട്രിക്ക് അതിനനുസരിച്ചുള്ള ചോദിച്ചിരിക്കുകയാണ് എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്ന്.
അല്ല അതൊക്കെ അത് പൃഥ്വിരാജിന്റെ വേർഷൻസ് അല്ലേ. അവർ ആർട്ടിസ്റ്റുകൾ നമുക്ക് അതുപോലെ നിൽക്കത്തില്ലല്ലോ. അവരെപ്പോഴും നമ്മൾ എതിരായിട്ടല്ലേ നിൽക്കത്തുള്ളൂ. പക്ഷെ ഇവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഒരു പ്രൊഡ്യൂസർ സമ്മതിച്ചുകൊണ്ട് ഇവരുടെ മുഖത്ത് ചായം വീണത് അല്ലേ. പിന്നീട് അവരെല്ലാം രക്ഷപ്പെടട്ടെ, നല്ല കാര്യം അല്ലെന്ന് ആര് പറഞ്ഞു. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ഇൻഡസ്ട്രിയിലെ ബാക്കിയുള്ളവരുടെ മാനസിക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അവർ മനസ്സിലാക്കണ്ടേ. അവരും നമ്മുടെ മലയാള സിനിമയുടെ കൊച്ചു സിനിമയല്ലേ. ഇപ്പൊ OTT ഉണ്ടോ? OTT സമയത്ത് ഇവരെന്താ ചെയ്ത്? കൊറോണ സമയത്ത് OTTയുടെ റൈറ്റോടെ കൂടി ഇവരുടെ റേറ്റ് കൂട്ടി മേടിച്ചില്ലേ. ഇപ്പൊ OTT ഇല്ലല്ലോ. എന്താ അവർ കുറയ്ക്കാത്ത? എന്താ നിങ്ങൾ ചോദിക്കാത്ത? അപ്പൊ ഇത് ന്യായം വേണ്ടേ? സാമ്പത്തിക രംഗത്ത് സാമ്പത്തികമായി ഈ പ്രൊഡ്യൂസേഴ്സ് എല്ലാം നശിച്ച് നാലണക്കന് പിടിച്ചില്ലേ. അപ്പൊ ഇവരെ എല്ലാം രക്ഷപ്പെടുത്താൻ ഇവർക്ക് ഉത്തരവാദിത്തമല്ലേ. ഇവർക്ക് ഇൻഡസ്ട്രിയുടെ കമ്മിറ്റ്മെന്റ് ഇല്ലേ. അപ്പോ ഇവർക്ക് മാത്രം ഒരു സ്വാർത്ഥതയോടെ പെരുമാറാൻ പാടില്ല. അവർ ദേശയ്ക്ക് ചുറ്റി വരുന്നത് ഈ പ്രശ്നം പരിഹരിക്കണം. ഞങ്ങൾക്ക് ഈ ഇൻഡസ്ട്രി ചെറിയ ഇൻഡസ്ട്രിയാണ്, ഈ ഇൻഡസ്ട്രിക്ക് വിറ്റുവരും ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് ഈ കച്ചവടം ഇന്ന രീതിയിലാണ് നടക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ കുറയ്ക്കണമെന്ന് പറയുന്നത് എന്ത് തെറ്റ്. അതിന് ജനറൽ വിളിച്ചില്ല, ഇങ്ങനെയുള്ള സാങ്കേതികത്വമാണ് പറയേണ്ടത്. അദ്ദേഹം വിളിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ജനറൽ വിളിക്കുമായിരിക്കും. കാരണം എന്താ, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എന്തിനാണുള്ളത്? എല്ലാ തീരുമാനവും എടുക്കുന്നത് ജനറൽ വിളിച്ചിട്ടാണോ? അപ്പം അദ്ദേഹം ചെയ്യേണ്ട ഫോർമാലിറ്റീസ് ഒന്നും ഞാൻ ചോദിച്ചത് ആശയവിനിമയത്തിന്റെ കുറവ് മറ്റോ ഉണ്ടോ? കാരണം അതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ആന്റണി പെരുമ്പാവൂർ, അദ്ദേഹത്തിന് ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. ആ പ്രോജക്റ്റുകളെ കുറിച്ചുള്ള ആശങ്ക ഉണ്ടായിരിക്കാം. അപ്പോൾ അതിൽ ഒരു പൊതുവേദിയിലോ അല്ലെങ്കിൽ അങ്ങനെ തീരുമാനമെടുത്തുകൊണ്ട് സുരേഷ് കുമാർ പറയുമ്പോൾ ഇവർക്കൊക്കെ ഒരു അക്സസ് ഉള്ള ആളുകളാണല്ലോ. ഇവർക്കൊന്നും വിളിച്ചാൽ സംസാരിച്ചാൽ അല്ലെങ്കിൽ ഒരു ഫോൺ കോളിൽ ഒരു ഫോൺ പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയാതെ പോകുന്ന സാഹചര്യമൊന്നുമില്ലല്ലോ. ഇവർക്കൊക്കെ അങ്ങോട്ട് ഇങ്ങനെ പറയാം. അപ്പോൾ ഈ ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഫിലിം ചേംബറിന് പോയി എന്താ ചെയ്തത്? സുരേഷ് അവർ കത്ത് വരിക ചെയ്തു അല്ലേ. ഫിലിം ചേംബർ 24 നടക്കുന്ന മീറ്റിംഗുകൾ ചർച്ച ചെയ്യും. പൂർണ്ണമായും ഫിലിം ചേംബറിന്റെ അഫിലിയേറ്റ്സുകൾ അംഗീകരിച്ചിരിക്കുന്നു. ആന്റണി പെരുമ്പാവൂർ മെമ്പറാണ്. അദ്ദേഹം ഇന്ന് വരെ സമരത്തിന് എതിരായിട്ട് ഇതിനു മുമ്പ് നടന്ന സമരങ്ങൾക്കെല്ലാം അദ്ദേഹം അനുകൂലമായി നിന്നിട്ടുള്ള ആളാണ്. അപ്പൊ അതൊക്കെ അദ്ദേഹം പറഞ്ഞാലും കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആന്റണി ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളാണ് ഞാൻ. ആന്റണി രക്ഷപ്പെട്ട ഒരാളാണ്. കാരണം സേഫ് സോണിൽ നിൽക്കുന്ന ആളാണ്. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്താണ്, ഞങ്ങളുടെ പ്രൊഡ്യൂസർമാരും നശിക്കാനുള്ള ആളെന്ന് വിശ്വസിക്കുന്നവരാ ഞങ്ങൾ എല്ലാവരും. അതുകൊണ്ട് ആന്റണി പെരുമ്പാവൂർ സേഫ് സോൺ സിനിമയുടെ ബജറ്റൊക്കെ എന്ത് ചർച്ചയാക്കിയത് എന്തിനാ ഒരു ചോദ്യമുണ്ട്. അതും ഒന്ന് വിശകലനം ചെയ്യേണ്ടതല്ലേ? അല്ല, എമ്പുരാന്റെ ബഡ്ജറ്റ് അത് അതിനുള്ള മാർക്കറ്റ് ഉണ്ട്. ഹിന്ദി, തെലുങ്ക്, തമിഴ് ഈ ഭാഷകളെല്ലാം ഈ പടമുണ്ട്. ആ പടം എല്ലാ ഭാഷകളിലും ഓടുന്ന പടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രഹ്മാണ്ഡ ചിത്രമാണ്. അതുകൊണ്ട് തന്നെ അതിന് സാറ്റലൈറ്റ് OTT ഒക്കെ വിറ്റ് കാര്യങ്ങൾ നടക്കും. അപ്പൊ അതിലൊന്നും അവർക്ക് ആശങ്കയില്ല. അങ്ങനെയുള്ളവരെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. നമ്മൾ സാധാരണ പ്രൊഡ്യൂസർമാരെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്, സാധാരണക്കാരെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ഒരു 207 സിനിമ വന്നിട്ട് 190 സിനിമയും പൊട്ടി പോളിറ്റായി കുത്തുവാള പ്രൊഡ്യൂസർ എടുത്ത് വയ്ക്കുമ്പോൾ അങ്ങനെ കഴിഞ്ഞ 224 സിനിമ 21 സിനിമ 2023 വന്നില്ലേ? 10 സിനിമയല്ലേ ഓടിയത്? 1500 കോടി പോയില്ലേ? ഈ 1500 കോടിയും കഴിഞ്ഞ വർഷം പോയ 1000 കോടിയിലും ഞങ്ങളുടെ മെമ്പർമാരുടെ. അപ്പൊ ഞങ്ങൾ കൈ നോക്കി നിൽക്കണോ? ഈ ഫലത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അല്ലെ, സംഭവിക്കുന്നതെന്നാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. ആന്റണി പെരുമ്പാവൂർ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായം നമ്മൾ ലീഡിംഗ് പ്രൊഡ്യൂസർ എന്ന നിലയിൽ, ലീഡിംഗ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം മാനിക്കുകയും ചെയ്യും. അദ്ദേഹത്തോട് ഉൾപ്പെടെയുള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഈ കാര്യങ്ങളിൽ ആന്റണി ഇന്നിന് മുമ്പ് പറഞ്ഞ എല്ലാ സമരത്തിലും ശ്രീ ആന്റണി പെരുമ്പാവൂർ പിന്തുണ നൽകിയിട്ടുള്ള ആളാണ്. ഈ സമരത്തിലും അദ്ദേഹം പിന്തുണ നൽകും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അപ്പൊ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടോട്ട് തന്നെ അദ്ദേഹത്തെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. ഞാൻ അദ്ദേഹത്തെ അംഗീകരിക്കാൻ കാരണം അദ്ദേഹം സേഫായി രക്ഷപ്പെട്ട ഒരു പ്രൊഡ്യൂസറാണ്. എക്കണോമിക് സേഫോട് നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. കാരണം അദ്ദേഹത്തെ പോലെ ആയിരിക്കണം എല്ലാ പ്രൊഡ്യൂസർമാരും രക്ഷപ്പെടേണ്ടത് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം രക്ഷപ്പെട്ടവർക്ക് മാത്രമുള്ള സംഘടന അല്ലേ ഇത്? രക്ഷപ്പെടാത്തവർക്ക് വേണ്ടിയുള്ള സംഘടനയല്ലേ ഇത്? ഈ സിനിമ സമരവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുള്ള ഈ പൊട്ടിത്തെറിയിൽ, ഈ ഭിന്നതയിൽ ഇപ്പോൾ നിലപാട് അറിയിച്ചു.